ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്നൊരു ട്രെൻഡാണ് ഓരോ രാജ്യത്തും കലാപം ഉണ്ടാക്കുന്നത് അവിടെയുള്ള സിവിലിയൻസ് ആണ് അല്ലെങ്കിൽ പൗരന്മാരാണ്. ഈ പൗരന്മാർ എന്തിനാണ് കലാപം ഉണ്ടാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങൾ അവിടെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും, പൊടുന്നനെയായിരിക്കും ഇതൊരു തീജ്വാലയായി മാറുന്നത്. അത്തരത്തിലൊരു കലാപം ഇന്ത്യയിൽ നടത്താൻ അമേരിക്ക വളരെ നാളായി ശ്രമിക്കുകയാണ്. മണിപ്പൂരൊക്കെ ആ ലക്ഷ്യം വെച്ചാണ് അമേരിക്ക വലിയ രീതിയിൽ ആളിക്കത്തിച്ചത്. പക്ഷേ ആ കാര്യങ്ങളൊക്കെ കെട്ടടങ്ങി മണിപ്പൂരെല്ലാം ഇപ്പോൾ വളരെയധികം വൃത്തിയാക്കി മാറ്റിയിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. എന്നാൽ ബംഗ്ലാദേശിലെയും നേപ്പാളിലെയും ശ്രീലങ്കയിലൊന്നും കാര്യം അങ്ങനെയല്ല. അവിടെയുള്ള സർക്കാരുകൾ എല്ലാം തന്നെ അസ്ഥിരമായിട്ടുള്ളൊരു സർക്കാരാണ്. അവരെ പെട്ടെന്ന് മറിച്ചിടാൻ സാധിക്കും. പോരാതെ തന്നെ സാമ്പത്തികമായി വലിയ രീതിയിലുള്ള ഒരു ഗതിയുമില്ലാത്ത രാജ്യങ്ങളാണ് ഇവയൊക്കെ. അവിടെയുള്ള ജനങ്ങൾക്ക് പർച്ചേസിംഗ് പവർ ഇല്ല, പോരാത്തതിന് ജനസംഖ്യയും കുറവാണ്, വലിയ മാർക്കറ്റും ഇല്ല. ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ ഈ രാജ്യങ്ങളെല്ലാം അമേരിക്ക കൃത്യമായി നിർത്തിയിരിക്കുകയാണ് എന്നുള്ളതും വേറൊരു കാര്യമാണ്. അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ആരെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ അമേരിക്ക അവിടെ ഇതുപോലുള്ള കലാപങ്ങൾ സൃഷ്ടിച്ച്, അതായത് ചെറിയ തീപ്പൊരി എപ്പോഴും അവിടെ കാണും, അത് ഊതി കത്തിച്ച് വലിയ കലാപമാക്കി മാറ്റി ആ കലാപത്തെ ഉപയോഗിച്ച് അമേരിക്കയുടെ പപ്പറ്റ് സർക്കാരിനെ റെജീം ചേഞ്ചിലൂടെ അവിടെ കൊണ്ടുവരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശിൽ അങ്ങനെയാണ് സംഭവിച്ചത്, നേപ്പാളിൽ ഇന്നലെ അങ്ങനെ സംഭവിച്ചു, ഇപ്പോൾ ശ്രീലങ്കയിൽ അങ്ങനെ സംഭവിച്ചു, പാകിസ്ഥാനിലുടനെ അത് സംഭവിക്കും. ഷഹബാസ് ഷെരീഫ് മാറി അസീം മുനീർ അവിടെ ഭരണാധികാരിയായി മാറുന്ന കാഴ്ച അധികം വിദൂരതയിലല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ആ സൂചനകളും അങ്ങനെ തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തായാലും നേപ്പാൾ നിലവിൽ രാഷ്ട്രീയ അസ്ഥിരതയുമായി മല്ലിടുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. KP ശർമ്മ ഒലി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു. പാർലമെൻറ്റ് മന്ദിരം മുതൽ പ്രധാനമന്ത്രിയുടെ ഭവനം വരെ നിരവധി സർക്കാർ കെട്ടിടങ്ങൾ കത്തിച്ചാമ്പലായി. അക്രമാസക്തരായിട്ടുള്ള ജനക്കൂട്ടം നിരവധി മന്ത്രിമാരെ മർദ്ദിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇതിനിടയിൽ വലിയ ചോദ്യം ഉയരുന്നത് ശർമ്മ ഒലി എവിടെ പോയി എന്നുള്ളതാണ്. ശർമ്മ ഒലി നാട് വിട്ടു എന്നാണ് സകല മാധ്യമങ്ങളും പറയുന്നത്. പക്ഷേ എവിടെയാണ്, എങ്ങോട്ടാണ് നാട് വിട്ടതെന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് അന്വേഷിക്കുകയാണ്. അഴിമതി വിരുദ്ധ പ്രതിഷേധങ്ങളെ തുടർന്ന് സെപ്റ്റംബർ 9 ഒലിക്ക് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അതിനുശേഷം കാഠ്മണ്ഡുവിലെ ഒരു സുരക്ഷിത ഭവനത്തിലാണ് ഇയാളെന്നാണ് പറയപ്പെടുന്നത്. ഭക്തപൂരിലെ അദ്ദേഹത്തിൻ്റെ വസതി ബാലാക്കോട്ട് പ്രതിഷേധക്കാർ കത്തിച്ചു. അതേസമയം അദ്ദേഹം ദുബായിലേക്ക് പലായനം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചതിനാൽ അതിനും കഴിഞ്ഞില്ല എന്ന അഭ്യൂഹങ്ങളുണ്ട്. കാഠ്മണ്ഡുവിൽ നിലവിലെ ഒരു സുരക്ഷിത ഭവനത്തിലാണ് ഇയാളെന്നാണ് പറയപ്പെടുന്നത്. ഇയാൾ ഉടനെ തന്നെ കൊല്ലപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടും ഇപ്പോൾ അവിടെ പ്രചരിക്കുകയാണ്. പ്രതിഷേധക്കാരിൽ 22 പേരാണ് മരണപ്പെട്ടത് എന്നുള്ളത് വേറൊരു കാര്യം. അതായത് പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർക്കാനാണ് അവിടെ ഇവർ ആഹ്വാനം ചെയ്തിരുന്നത്. അങ്ങനെ വെടിയുതിർത്തപ്പോൾ 22 പ്രതിഷേധക്കാർ മരണപ്പെട്ടത് ഈ കലാപം കൂടുതൽ ശക്തിപ്പെടാനാണ് കാരണമായത്. കാരണം കലാപകാരികൾ കൂടുതൽ അഗ്രസീവായി മന്ത്രിമാരുടെ ഭവനങ്ങൾ കത്തിക്കുകയും മന്ത്രിമാരെ മർദ്ദിക്കുകയും മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയടക്കം കൊന്നുതള്ളുകയും ചെയ്തു. അതായത് പച്ചയ്ക്ക് ചുട്ടുകളഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശർമ്മ ഒലി ഇപ്പോൾ പുറത്തിറങ്ങിയാൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം സൃഷ്ടിക്കും, ജീവന് പോലും ആപത്തുണ്ടാകുമെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ പറയുന്നത്. പാർലമെൻറ്റ് മന്ദിരം, സിംഗ് ദർബാർ, ഒലിയുടെ ബാലാക്കോട്ട് വസതി, നേപ്പാളിലെ കോൺഗ്രസ് ഓഫീസ്, നിരവധി മന്ത്രിമാരുടെ വീടുകൾ എന്നിവയാണ് പ്രതിഷേധക്കാർ അവിടെ ചുട്ടുചാമ്പലാക്കിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.